ഹലോ LDC ഫൈനൽ റിവിഷൻ പണിന്നാത്ത ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കും. പിന്നെ ദേശീയ പ്രസ്ഥാനത്തിലെ വനിതകളെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ്, പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ചോദിക്കുന്നതാണ്. പിന്നെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കും. വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയല്ല, വക്കം അബ്ദുൽ ഖാദർ. ഈ ഖാദറും മൗലവിയും മാറിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ നമുക്ക് പരീക്ഷയുണ്ട്. അതായത് ഇന്നലെ പഠിച്ച ടോപ്പിക്കിൻ്റെ അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അതിൻ്റെ പരീക്ഷ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് റിവിഷൻ അറ്റൻഡ് ചെയ്ത് എല്ലാവരും മാർക്ക് ഇട്ടിട്ട് വേണം പോകാൻ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ LDC ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ശരി. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും പേര് പഠിക്കാം. ഓക്കെ, പോകല്ലേ? ഇന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ അവസരം തരികയാണ്. കാരണം ഇന്നലെ പഠിപ്പിച്ച കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ചോദിക്കാൻ പോവുകയാണ്. കേട്ടോ, കറണ്ട് അഫയേഴ്സിൽ ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ അവസരമുണ്ട്. ഓക്കെ, പറഞ്ഞില്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ ഷൈൻ ചെയ്യും ഇവിടെ നിന്നുണ്ട്. കേട്ടോ, ഓക്കെ. ആദ്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. കേട്ടോ, പൂർണ്ണമായി ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം അതിൽ ഷൈൻ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ബിരിയാണി വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ ബിരിയാണി ATM എവിടെയാണ്? ചെന്നൈയിലാണ്. ഓക്കെ, അദ്ദേഹം ഷൈൻ ചെയ്തിരിക്കുന്നു. അടുത്ത് മുസിൻ. ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് പൂനെ. മുസിനും ഷൈൻ ചെയ്തിരിക്കുന്നു. സോ അതിൻ്റെ ഓർഡർ മാറ്റേണ്ടിയിരിക്കുന്നു. സോ പിന്നെ ഇന്ത്യയിൽ ആദ്യമായി വിൻറ്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഒഡീഷ. അദ്ദേഹം ഷൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ആദ്യത്തെ ജില്ല വയനാട്. അങ്ങനെ എൻ്റെ ഭാര്യയും ഷൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, അവിടെ നീയൊക്കെ ആരെ ഉണ്ടായിരുന്നത്? സുദർശൻ ഉണ്ടായിരുന്നു. സുദർശന, ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ മൊബൈൽ യൂണിറ്റ്. അമ്പിയ ഏതമ്പി? അമ്രിയൊന്നും അല്ല, അമ്രേലിയ എന്നൊരു സ്ഥലം ഉണ്ടടേ. അമ്രേലി ഗുജറാത്ത്. ഓക്കെ, അവിടെ മുസ്ലിമല്ല, ഷമീം. രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാ? PT ഉഷ. അങ്ങനെ ഷമീം ഷൈൻ ചെയ്തിരിക്കുകയാണ്. വീണ്ടും അതിൽ ഷൈൻ ചെയ്ത അവസരം വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യ ചിപ്പ് നിർമ്മാണശാല ധൊലേറ, ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസ് തുറക്കുന്ന വിദേശ സർവകലാശാല അതെവിടെ? ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയാണ്, ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. എന്ത് തുറക്കണത്? ക്യാമ്പസ് തുറക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കറണ്ട് അഫയേഴ്സ് നന്നായി പഠിച്ചെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ സന്തോഷവാനാണ്. ഓക്കെ, അത്യധികം സന്തോഷവാനാണ്. ഓക്കെ, ഇനി റിവിഷൻ നടത്താൻ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് ലാസ്റ്റ് നമ്മൾ റിവിഷൻ നടത്തുമല്ലോ, അപ്പോൾ ഫുൾ മാർക്ക് ഞാൻ എന്ത് ചെയ്യും? ഇതിൽ നിന്നും സന്തോഷവാനാവും. ഓക്കെ, ഇന്നലത്തെ നീയെന്നും പറഞ്ഞിരിക്കുകയാണ് ഒരു കട്ട്റൂമിൻ്റെ കഥ. മനസ്സിലായില്ല കേട്ടോ നീ അല്ലെന്നുള്ള കാര്യം. ആര്? അതിൽ ചേട്ടാ അല്ലല്ലോ. ഇന്ന് കുറച്ച് കഥകളുണ്ട് കേട്ടോ. ഇന്ന് നീ നിന്റെ കഥയല്ല, എടാ ഇന്ത്യയിൽ ആദ്യത്തെ സംഭവം മറ്റേ പയ്യെ ഇന്നലെ ഒരു കട്ടുമ്പോ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല. ഇവിടെ ചോദിക്കുന്ന ഉറപ്പുള്ള ചോദ്യമാണ്. ഭരണഘടനാ സാക്ഷരത ജില്ലയാണ് ഏത്? കൊല്ലം. അതായത് ഭരണഘടനയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണോ കൊല്ലം ജില്ലയിലുള്ള ആൾക്കാരെന്ന് പറയുക? ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ് പിള്ളേരെ? കൊല്ലമാണ്. നമുക്കാണെങ്കിൽ നമ്മളെ പനക്കോട് അങ്ങനെ പ്രഖ്യാപിക്കും. കാരണം പനക്കോട് PSC പഠിക്കുന്ന ഒട്ടുപിടിക്ക് പിള്ളേർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഭരണഘടനയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരം അറിയാം. അറിയത്തില്ലേ? ഓക്കെ, ഇന്ത്യൻ ഭരണശില്പി BR അംബേദ്കർ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന് ശില്പി? ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്? ആദ്യമായിട്ട് വെച്ചത് BN റാവോ? നീ ഭരണഘടന സാക്ഷരത കളയോടെ നീ. MN റോയ്. രാഷ്ട്രീയ പാർട്ടി? സ്വരാജ് പാർട്ടി. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റക്കായി പോയി. ശരി പിള്ളേ, നോക്കിയോ. അപ്പോഴേ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ ലക്ഷ്യം എന്ത് ചെയ്തത്? കൈവരിച്ചത് കേട്ടോ. അപ്പോൾ ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ ലക്ഷ്യം എന്ത് ചെയ്ത് വളരെ കൈവരിച്ചത്. എങ്കിൽ പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാ? കുളത്തൂപ്പുഴ. കേട്ടോ, ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് പിള്ളേരെ? കുളത്തൂപ്പുഴയാണ്. ഏതാണ്? കുളത്തൂപ്പുഴ. അപ്പോൾ ജില്ല ചോദിക്കുകയാണെങ്കിൽ കൊല്ലം, പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കുളത്തൂപ്പുഴ. ഇനി ഏത് ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ നേട്ടം കൈവരിച്ചത്? ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ്. കേട്ടോ, പഠിച്ചല്ലോ. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ. ഇന്ത്യയിൽ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യ കൽക്കരി ഗ്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള
ഗ്ലാസ് അല്ല, ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള വളം പ്ലാന്റ് നിലയിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാന സ്ഥലം. താഴ് തുടങ്ങിയ ഇറിൽ അവസാനിക്കും. താരാപൂർ അല്ല, താൽച്ചർ. സുബിൻ പറഞ്ഞിരിക്കുകയാണ് താൽച്ചർ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലാദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം പ്ലാന്റ് എവിടെയാണ്? താൽച്ചർ. എവിടെയാണ്? താൽച്ചർ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ അലുമിനിയം ചരക്ക് റേക്കുകളുടെ ഉദ്ഘാടനം നടന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ അലുമിനിയം ചരക്ക് റേക്കുകളുടെ ഉദ്ഘാടനം നടന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഭുവനേശ്വർ. അതിനുള്ളത് ഭുവനേശ്വർ കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ അലുമിനിയം ചരക്ക് റേക്കുകളുടെ ഉദ്ഘാടനം നടന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാ പിള്ളേരെ? ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ. പറഞ്ഞ ഏതാ? ഭുവനേശ്വർ. അടുത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം ആരംഭിച്ച സ്ഥലം ഏതാണ്? അല്ല, ഐശ്വര്യമുള്ളൊരു നഗരമാണ്. ശ്രീനഗർ. മിടുക്കൻ. ആ ക്ലൂന്ന് പിടിച്ചാണ്ട്. ഐശ്വര്യ ശ്രീ അല്ലേ? ശ്രീനഗർ. ഏതാണ്? ഐശ്വര്യമുള്ള നഗരം കേട്ടോ. ശ്രീനഗർ. ഏതാണ്? ശ്രീനഗർ. ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം പറ. ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം ആരംഭിച്ച സ്ഥലം എവിടെയാടാ? ശ്രീനഗർ. എവിടെയാണ്? ശ്രീനഗർ. ഓക്കെ. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സ്ഥലം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. ഓക്കെ. ഇവിടെയൊക്കെ എന്തിലാണ് MBBS? ഇംഗ്ലീഷിലാണ് കേട്ടോ. ഓക്കെ. രണ്ടാം സംസ്ഥാനം എന്തറിയോ? ഉത്തർപ്രദേശ് അല്ല, മഹാരാഷ്ട്ര അല്ല. നീ പോയി തൊട്ടിട്ട് വന്നോ അതിൽ? അല്ല, അതിന് മുമ്പ് തൊട്ടായിരുന്നു. ഉത്തരാഖണ്ഡ്. ഉത്തർപ്രദേശ് പറഞ്ഞില്ലേ? ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. രണ്ടാം സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അപ്പൊ മധ്യപ്രദേശിന്റെ ചോദ്യം ഒന്ന് പറഞ്ഞേ. ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. ഓക്കെ. രണ്ടാമത് സംസ്ഥാനം. ഈ MBBSന്റെ പുനരൂപം അറിയാമോ പിള്ളേരെ? MBBSന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലാണെങ്കിൽ ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി എന്നാണ് കേട്ടോ. ഈ ഷോർട്ട് ഫോം വന്നിരിക്കുന്നത് ലാറ്റിനിൽ നിന്നാണ്. ലാറ്റിനിൽ പറയുന്ന സമയത്ത് ഈ മെഡിസിൻ എന്ന വാക്ക് എന്ത് ചെയ്യും? ആദ്യം പോകുന്നത് കൊണ്ടാണ് MBBS എന്ന് വരുന്നത് കേട്ടോ. MBBS. അപ്പം ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറിയാണ് എന്ത് പിള്ളേരെ? MBBS. ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറിയാണ് MBBS. ഓക്കെ. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. ഇതാരുടെ ഇത്? നല്ല ഡോക്ടർ കേട്ടെ. കല്യാണം കഴിഞ്ഞെന്ന് തോന്നണ്ട. നമ്മൾ ഇതല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ കേട്ടാ നോക്കണം ചേട്ടാ. എന്നാ കൊള്ളാല്. ഓക്കെ. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. രണ്ടാം സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി അധ്യയന മാധ്യമമാക്കുമെന്ന റിപ്പോർട്ടിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അതായത് കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെൻട്രൽ നമ്മുടെ സെൻട്രൽ സ്കൂൾ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ടല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി അധ്യയന മാധ്യമമാക്കും എന്ന റിപ്പോർട്ടിനെതിരെ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഏതാണ്? തമിഴ്നാട്. വളരെ തമിഴ്നാട്. ഓക്കെ. തമിഴ്നാടാണ് കേട്ടോ. ഓക്കെ. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏതാണ്? ഇന്നലെ ഞാൻ പഠിപ്പിച്ചു. ഏതാണ്? കേരള ഹൈക്കോടതി. അത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ, അതായത് മലയാള ഭാഷയിൽ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ഏത്? കേരള ഹൈക്കോടതി. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ കണ്ടവർ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല പറയടാ. കൊല്ലം. ഏത് ക്യാമ്പയിൻ? ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ ലക്ഷ്യം എന്ത് ചെയ്തത്? കൈവരിച്ചത്. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത പഞ്ചായത്ത് ഏതാ? കുളത്തൂപ്പുഴ. ഏതാണ്? കുളത്തൂപ്പുഴ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള വളം പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാ? താൽച്ചറാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അലുമിനിയം ചരക്ക് റേക്കുകളുടെ ഉദ്ഘാടനം നടന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഭുവനേശ്വർ. ഏത് സംസ്ഥാനത്താണ്? എന്തെന്നറിയപ്പെടുന്നു? ക്ഷേത്രനഗരം. എന്താണ് കുട്ടികളെ? ക്ഷേത്രനഗരം കേട്ടോ. ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭുവനേശ്വർ. ഒഡീഷയുടെ എന്താണ് ഭുവനേശ്വർ? ഒഡീഷയുടെ തലസ്ഥാനമാണ് ഭുവനേശ്വർ. എന്തെന്നറിയപ്പെടുന്നു കുട്ടികളെ? ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്നു. ഓക്കെ. നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ. ഓക്കെ. അടുത്ത ഇന്ത്യയിലകത്ത് ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം. ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം എവിടെയാണ് കുട്ടികളെ? ശ്രീനഗറാണ്. ശ്രീനഗർ എവിടെയാ?
ജമ്മു കാശ്മീരിൽ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. രണ്ടാമത് സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി അധ്യയന മാധ്യമമാക്കുമെന്ന റിപ്പോർട്ടിനെതിരെ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഏതാ? അത് തമിഴ്നാടാണ് കേട്ടോ. ഏതാണ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഓക്കെ, നിങ്ങൾ ആദ്യം ആരാണ് ഷൈൻ ചെയ്യാൻ പോകുന്നത്? ആദ്യ ചോദ്യം നേടാൻ പോണ ആരാണ്? ഓ, ചിലപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ പോണത്. ഒന്ന് വായിക്കാൻ സമയം വേണോ? വേണം. അപ്പോൾ ഒന്ന് അവസരം. ഓക്കെ, അപ്പൊ നാളെ എന്തിനു വേണം? ഇവിടെ ഏത് വേണം? ഓക്കെ, ഒരു പയ്യൻ പറഞ്ഞിട്ട് നാളെ പ്രസഹ വേഴമാണ്. പ്രസഹ വേഴം. ഓക്കെ, അല്ല അത് ആളെ മനസ്സിലാവൂല. പേടിക്കണ്ട, മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ, ശരി. ക്ലിയർ ആണോ കുട്ടികളെ? ശരി, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അത്രയും നമ്മൾ പഠിച്ചു. ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ആദ്യ ചോദ്യം ജോബിനാണ്. ജോബിന് ക്ലാസ് ഇല്ലായിരുന്ന ഒരാളാണ്. ഇതിന് ഉത്തരം പറയാൻ നീ ഷൈൻ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കണ്ട അദ്ദേഹം ബ്രില്യന്റ് പോയിടാ. ഓക്കെ, എവിടെ പറ ഏത് ക്യാമ്പയിൻ? ദ സിറ്റിസൺ. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് കുളത്തൂപ്പുഴ. ഓക്കെ, ശരി. എടാ മുസ്തിനെ, ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? രണ്ടാം സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. ഓക്കെ. സുബിനെ, കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി അധ്യയന മാധ്യമമാക്കുമെന്ന റിപ്പോർട്ടിനെതിരെ പ്രമേയം പാസ്സാക്കി ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഏതാ? തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷകളിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഓക്കെ. അവിടെ ഷംന, ഇന്ത്യയിൽ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? താൾച്ചർ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ അലുമിനിയം ചരക്ക് റേക്കല ഉദ്ഘാടനം നടന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഭുവനേശ്വർ. എന്തെന്നറിയപ്പെടുന്നു? ക്ഷേത്രനഗരം. ഭുവനേശ്വർ ഏത് സംസ്ഥാന തലസ്ഥാനമാണ്? സുദർശന. ഒഡീഷ. ഓക്കെ. അവിടെ ശരണ്യ, ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം ആരംഭിച്ച സ്ഥലം ഏതാ? ശ്രീനഗർ. ഏത് സംസ്ഥാനത്താണ്? സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. അപ്പം എന്തുവാ? കേന്ദ്രഭരണ പ്രദേശം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്ന ടോപ്പിക്കാണ്. ഓക്കെ. ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ദേശീയ പ്രസ്ഥാനം കാരണമല്ലേ ചേട്ടാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ. സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, കൂട്ടുകാരിയാണ്, ഭാര്യ ആയില്ല. ഭാര്യ ആരെങ്കിലും ഭാര്യയാക്കി കൊള്ളാന്നുണ്ട്? നാളും പേരൊക്കെ പറയട്ടെ. ജോലി ഉടനെ ആവുന്നൊക്കെ പറയട്ടെ. നമുക്ക് ജോലി ആയതിനു ശേഷം നമുക്ക് യൂട്യൂബ് വഴി ആദ്യത്തെ ഓക്കെ ഇതേ ഉടനെ ജോലി കയറും. പുതിയ ചാനൽ ഇവൻ കൊച്ചാണല്ലേ? ഇവന് ആലോചിക്കും. ഇവൻ 21 വയസ്സായതേ ഉള്ളൂ. ഇവന്റെ ഈ ഇത് നിങ്ങൾ നോക്കണ്ടേ, കുഞ്ഞു പയ്യനാണ് അവൻ. ഓക്കെ. ജോബിന്റെ പ്രായം വെളിപ്പെടുത്തില്ലെന്നുണ്ട് കാല് പിടിച്ച് പറഞ്ഞിരിക്കുകയാണ് കേട്ടാ. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. ഓക്കെ. സ്ത്രീകളെ നേരത്തെ നടന്ന പ്രക്ഷോഭങ്ങൾ പറയാൻ പോവുകയാണ്. സ്ത്രീകള് വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? വിദേശ വസ്ത്രം എന്ത് ചെയ്തിട്ടുണ്ട്? ബഹിഷ്കരിച്ചിട്ടുണ്ട്. മദ്യശാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അടിച്ചകർത്തല പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്. മദ്യശാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് പിള്ളേരെ? പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഖാദി പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഖാദി പ്രചാരണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഐത്തോച്ചാടനം നടത്തിയിട്ടുണ്ട്. ഹരിജനോദ്ധാരണവും നടത്തിയിട്ടുണ്ട്. ഐത്തോച്ചാടനം നടത്തി, ഹരിജനോദ്ധാരണവും നടത്തി. ഹരിജനോദ്ധാരണം അതായത് ഹരിജനങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഈ 5 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം സ്ത്രീകൾ നേതൃത്വം കൊടുത്ത പദ്ധതിയാണ്. മദ്യശാപ്പ് പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഖാദി. അപ്പൊ വിദേശ വസ്ത്രം നമ്മൾ ബഹിഷ്കരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഖാദി വസ്ത്രം നമ്മൾ പ്രചരിപ്പിച്ചു. അപ്പൊ വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്ര പ്രചരണം. ഓക്കെ. പിന്നെ മദ്യശാപ്പ് എന്ത് ചെയ്തു? മദ്യശാപ്പ് സ്ത്രീകൾക്ക് എതിരല്ലടാ. അത് സ്ത്രീകൾ എതിരല്ലേ? കാരണം ഈ പുരുഷന്മാർ വെള്ളമടിച്ചോണ്ട് അലുമാണിക്കുന്നുണ്ട്. സ്ത്രീകൾ എപ്പോഴും എന്താണ്? മദ്യശാപ്പിന് എതിരാണ്. അല്ലേ? പറയൂ പെൺകുട്ടികൾ. അബ്സല്യൂട്ട്ലി. ഓക്കെ. പേര് വെളിപ്പെടുത്താതെ ഒരാൾ പറയുന്നത് അബ്സല്യൂട്ട്ലി ശരിയാണ്. ഓക്കെ. അത് അങ്ങനെയാണ്. കാരണം ഈ മദ്യം കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അല്ലേ? സ്ത്രീകൾ, അതായത് അമ്മമാര്, സഹോദരിമാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മദ്യം കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് മദ്യശാപ്പ് പിക്കറ്റിങ്ങിന് ആര് നേതൃത്വം കൊടുത്തിട്ടുണ്ട്? സ്ത്രീകൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഐത്തോച്ചാടനത്തിനും ഹരിജനോദ്ധാരണത്തിനും ആര് നേതൃത്വം കൊടുത്തിട്ടുണ്ട്? സ്ത്രീകൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണേ.
ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയ വനിത ആരാ? ആനി മസ്കരീൻ. ആരാണ് കുട്ടികളെ? ആനി മസ്കരീൻ കേട്ടോ. അപ്പൊ ഏത് സാമ്പത്തിക നീതിയും പറ കുട്ടികളെ, ഏത് സാമ്പത്തിക നീതിയും എന്തായിരിക്കണം? സമാധാനപരമായിരിക്കണം. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം എന്ന ഈ വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയ വനിതയാണ് ആര്? ആനി മസ്കരീൻ. ആരാണ് കുട്ടികളെ? ആനി മസ്കരീൻ. അടുത്ത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്ന വർഷം അറിയാവോ? 1931. 31 സ്ഥലം പറ. വടകര. 1931 വടകര. ഓക്കെ. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1931 എവിടെ വെച്ചിട്ടാണ് പിള്ളേരെ? വടകരയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. ഓക്കെ. ഞാൻ കഴിഞ്ഞിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്നറിയാവോ? കുടുംബശ്രീയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ. ഏഷ്യയില മനസ്സിലായി. ഏഷ്യ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ. ഏതാണ്? കുടുംബശ്രീ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഓതന്റിക്കേഷൻ സംവിധാനം എന്നറിയാവോ? അത് ആധാറാണ്. നമ്മുടെ ആധാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഓതന്റിക്കേഷൻ സംവിധാനം. ആധാർ കേട്ടോ. ഓക്കെ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ. അത് ഓർത്ത് വെച്ചോണേ. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാ? 1931 വടകര. 1931 വടകര. പറയടാ. 1931 വടകര. ഓക്കെ. എടാ 1931 വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം നടന്നു. അതായത് 1931 കോൺഗ്രസ് സമ്മേളനം. ആ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്ത് ചെയ്തു? സ്ത്രീകളുടെ ഒരു സമ്മേളനം നടന്നു. ഈ സമ്മേളനമാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിൽ 1931 വടകര കോൺഗ്രസ് സമ്മേളനത്തിന്റെ കൂടെ എന്ത് ചെയ്തു? സ്ത്രീകളുടെ ഒരു സമ്മേളനം നടന്നു. ഇതാണ് ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ഈ മഹിളാ സമ്മേളനം നേതൃത്വം കൊടുത്ത ആരൊക്കെയെന്ന് അറിയാവോ? ആനി മസ്കരീൻ ഉണ്ട്. മോശമില്ല. AV കുട്ടിമാളും അമ്മയുണ്ട്. ഓക്കെ. പിന്നെ ആനി മസ്കരീൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയാനുണ്ട്. അക്കമ്മ ചെറിയാൻ പറഞ്ഞു കേട്ടോ. മിടുക്കൻ. അക്കമ്മ ചെറിയ. അപ്പൊ ഈ വനിതാ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആരൊക്കെ പിള്ളേരെ പറ? ആനി മസ്കരീൻ, AV കുട്ടിമാളും അമ്മ, അക്കമ്മ ചെറിയൻ. ആരൊക്കെയാണ്? ആനി മസ്കരീൻ, AV കുട്ടിമാളും അമ്മ, അക്കമ്മ ചെറിയൻ. ഓക്കെ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന വനിത ആര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന വനിതയാണ് ആര് പിള്ളേരെ? AV കുട്ടിമാളു അമ്മ. അപ്പൊ മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. ആരാണ്? AV കുട്ടിമാളു അമ്മ. എടാ മനസ്സിലായല്ലോ. ഓക്കെ. അടുത്ത് തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് അക്കമ്മ ചെറിയാനും ആനി മസ്കരീൻ. അപ്പൊ ഈ 3 ആൾക്കാരെ പേര് നമ്മൾ പറഞ്ഞല്ലേ? ആരൊക്കെയാ പറഞ്ഞേ? AV കുട്ടിമാളു അമ്മ, ആനി മസ്കരീൻ, അക്കമ്മ ചെറിയാൻ. ഇതിൽ ആനി മസ്കരീനും അക്കമ്മ എവിടെ നേതൃത്വം കൊടുത്തത്? തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തു. ഇനി മലബാർ നേതൃത്വം കൊടുത്തത് AV കുട്ടിയാളമ്മ. ഇതിൽ ആരാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാനാണ്. ഓക്കെ. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്കരീൻ. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ജോബിൻ? എന്താണ് കണക്ഷൻ പറ. തിരുവനന്തപുരത്ത് അക്കാന്ന് വിളിക്കോ? അക്കാന്ന് പറയല്ലേ? അണ്ണാണെന്ന് പറയും. അണ്ണൻ പറഞ്ഞ കൊല്ലത്താണ്. അണ്ണൻ മറ്റേ പ്രദീപ് മുഖത്തുള്ള സാറിനെയൊക്കെ പ്രദീപ് അണ്ണൻ എന്നൊക്കെയാണ് പറയണത്. അത് കൊല്ലംകാരല്ലേ? അണ്ണൻ എന്ന് പറഞ്ഞ കൊല്ലംകാരാണ്. അക്ക എന്നൊക്കെ പറയല്ലേ? ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. അവരെ അങ്ങനെ മതി. ഞാൻ ഓർത്തിന തിരുവിതാംകൂറിന്റെ കായും അക്കമ്മ ചെറിയന്റെ കായും തിരുവിതാംകൂറിലക്ക അങ്ങനെ ഓർത്ത്. അപ്പൊ കൊള്ളാം. തിരുവനന്തപുരത്ത് അക്ക എന്ന് പറയുമല്ലേ? ഓക്കെ. അപ്പൊ തിരുവിതാംകൂറിന്റെ ദേശീയ ഝാൻസി റാണിയാണ് ആര്? അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ഝാൻസി റാണി ആരാണ്? ആനി മസ്കരീൻ ആണ് കേട്ടോ. ഓക്കെ. ശരി. അപ്പൊ മലബാറിൽ ദേശീയ പ്രക്ഷോഭം നേതൃത്വം കൊടുത്തത് AV കുട്ടിയാളമ്മ. തിരുവിതാംകൂർ ദേശീയ പ്രക്ഷോഭം നേതൃത്വം കൊടുത്തതാണ് അക്കമ്മ ചെറിയാനും ആനി മസ്കരീനും. ഈ ആനി മസ്കറിന്റെ പ്രതിമ എവിടെയുണ്ട്? വഴുതക്കാട്. ഏത് കോളേജിന്റെ ഫ്രണ്ടില്? എനിക്കറിയാം. ഈ ക്ലാസ്സിൽ ആരും അത് പറഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹം അത് പറയും.
കേട്ടോ ആ ഒരു പ്രതിമയുടെ മൂട്ടിൽ ഇദ്ദേഹം ചാരി നിന്നിട്ടുള്ള ഞാൻ അങ്ങോട്ട് പോവാറില്ല. ഓക്കെ ജവനെ അറിഞ്ഞു വേടാ ശരി. അടുത്ത് ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ ആർക്ക്? ഗാന്ധിജി ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകി പ്രശസ്തയായ പെൺകുട്ടിയാണ് ആര്? ടീച്ചർ. കൗമുദി ടീച്ചർ. ആൺകുട്ടികളെ കൗമുദി ടീച്ചർ കേട്ടോ. അപ്പം ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകി പ്രശസ്തയായ പെൺകുട്ടിയാണ് ആര്? കൗമുദി ടീച്ചർ. ആരാണ്? കൗമുദി ടീച്ചർ. ഓക്കെ കണ്ടാ, ഇപ്പോഴത്തെ ഭർത്താക്കന്മാർ പണയം വെക്കാൻ ചോദിച്ചാൽ പോലും ഭാര്യമാർ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. ഓക്കെ അയ്യോ ഇവിടെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളും അതിന് നേതൃത്വം നൽകിയ വനിതകളും. ഓക്കെ നോക്കാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം നേതൃത്വം കൊടുത്ത ആരാ? ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം നേതൃത്വം കൊടുത്തത് TC കൊച്ചുകുട്ടിയമ്മ. ഓക്കെ അടുത്ത് ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന്. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന്. ഇത് കേരള സംഭവത്തിൽ ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളാണ്, ചിലപ്പം ചോദിച്ചാലേ കയറി. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത ജയലക്ഷ്മി. ആരാണ്? ജയലക്ഷ്മി. ഓക്കെ അടുത്ത ക്ഷേത്രപ്രവേശന പരിപാടി. ഈ ആദ്യത്തെ മൂന്നാളിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കി നിങ്ങൾക്ക് അറിയാം. ക്ഷേത്രപ്രവേശന പരിപാടി ആര്യപ്പള്ളമൊന്നുമല്ല, PM കമലാവതി. PM കമലാവതി. ഓക്കെ ഇനി അങ്ങോട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്. ശരി, അപ്പം നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം നേതൃത്വം കൊടുത്ത ആരാണ്? TC കൊച്ചുകുട്ടിയമ്മ. അടുത്ത് ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന് ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടിക്ക് PM കമലാവതി. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന് കോഴിക്കോട് ആലോചിച്ചോക്ക്, മലബാർ AV കുട്ടിമാളുവമ്മ. ആരാണ്? AV കുട്ടിമാളുവമ്മ. അപ്പം കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന് AV കുട്ടിമാളുവമ്മ. ഓക്കെ നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് ആര്യാപ്പള്ളം കേട്ടോ. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര നേതൃത്വം കൊടുത്തയാരാണ്? ആര്യാപ്പള്ളം. ഓക്കെ ഈ പള്ളം എന്ന് പറഞ്ഞ സ്ഥലം എവിടെ? പള്ളം എന്ന സ്ഥലത്തിന്റെ പേരാണ്. പള്ളം കോട്ടയത്തൊരു സ്ഥലത്തിന്റെ പേരാണ് പള്ളം കേട്ടോ, പള്ളം. ഓക്കെ അപ്പം നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? ആര്യാപ്പള്ളം. ഓക്കെ കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം. കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം K. ദേവയാനി. പിള്ളേരെ K. ദേവയാനി കേട്ടോ. നമ്മൾ കരിവള്ളൂർ സമരം കേട്ടില്ലേ? കരിവള്ളൂർ. ഓക്കെ നമ്മൾ പഠിക്കും കരിവള്ളൂർ. ഓക്കെ ആ കരിവള്ളൂർ സമരം നേതൃത്വം കൊടുത്ത ആരെയാണ്? ദേവയാനിയാണ്. അപ്പൊ കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം ആരാണ് പിള്ളേരെ? K. ദേവയാനി കേട്ടോ. ഓക്കെ K. ദേവയാനി. ശരി, ഇനി അടുത്ത തോൽവിറക് സമരം. തോൽവിറക് സമരം M. കാർത്തിയായനി അമ്മ. എന്താണ് ഇനിഷ്യല്? M. കാർത്തിയായനി അമ്മ. അപ്പൊ കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം അല്ലെങ്കിൽ കരിവള്ളൂർ സമരം ആരാ? K. ദേവയാനി. തോൽവിറക് സമരം M. കാർത്തിയായനിയമ്മ. ഓക്കെ നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ്? AV ഒന്നുമല്ല, ഗ്രേസി ആരോൺ. ആരാണ്? ഗ്രേസി ആരോൺ. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ പറഞ്ഞു പിള്ളേരെ. കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങൾ അതിന് നേതൃത്വം നൽകിയ വനിതകൾ. ഓക്കെ ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. ഓക്കെ കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിങ് AV കുട്ടിമാളും അമ്മ. ഓക്കെ നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര ആരാണ്? ആര്യാപ്പള്ളം. കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരം K. ദേവയാനി അമ്മ. നീ വേണ്ട, K. ദേവയാനി. ഓക്കെ ശരി, അടുത്ത് തോൽവിറക് സമരം M. കാർത്തിയായനിയമ്മ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ പതാക ഉയർത്തിയത് ഗ്രേസി ആരോൺ. ആരാണ്? ഗ്രേസി ആരോൺ. ഓക്കെ അപ്പൊ ഇത്രയും ഒന്നുകൂടെ പറഞ്ഞുതരാം പിള്ളേരെ, എന്തിനും ചോദിക്കേ. ഓക്കെ അപ്പൊ സ്ത്രീകൾ നേരത്തെ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പറഞ്ഞേ. വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി പ്രചരണം, മദ്യഷോപ്പ് പിക്കറ്റിങ്,
അടുത്ത അയിത്തോച്ചാടനം, ഹരിജന ഉദാഹരണം. ഓക്കെ. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണമെന്ന് വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ പ്രസംഗം നടത്തിയത് ആരാ? ആനി മസ്കറിൻ. കേരളത്തിൽ ആദ്യത്തെ വനിതാ സമ്മേളനം അല്ലെങ്കിൽ മഹിളാ സമ്മേളനം 31 വടകര. ഈ മഹിളാ സമ്മേളനം നേതൃത്വം നൽകിയ വനിതകള് ആനി മസ്കറിൻ, എ വി കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ. ഓക്കെ. മലബാറിൽ ദേശീയ പ്രക്ഷോഭം നേതൃത്വം കൊടുത്തത് എ വി കുട്ടിമാളു അമ്മ. ഓക്കെ. തിരുവിതാംകൂർ ദേശീയ പ്രക്ഷോഭം നേതൃത്വം കൊടുത്തത് അക്കമ്മ ചെറിയാനും ആനി മസ്കറിനും. ഇതിൽ ആരാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി? അക്കമ്മ ചെറിയൻ. ഇതിൽ ആരാണ് കേരളത്തിന്റെ ഝാൻസി റാണി? ആനി മസ്കറിൻ. ഓക്കെ. ലോകസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിത ആനി മസ്കറിൻ. ഏത് ലോകസഭ മണ്ഡലത്തിലാണ്ട? തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്താണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ഹരിജനോദ്യാനത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തയായ പെൺകുട്ടിയാണ് ആര്? കൗമുദി ടീച്ചർ. ആരാണ്? ഈ കൊടുക്കുന്ന സമയത്ത് ടീച്ചർ അല്ലായിരുന്നു, മനസ്സിലായില്ലേ? പിന്നെ ടീച്ചറായി. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമില് TC കൊച്ചുകുട്ടി അമ്മ, ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന് ജയലക്ഷ്മി, ക്ഷേത്രപ്രവേശന പരിപാടിയില് PM കമലാവതി, കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങില് AV കുട്ടിമാളു അമ്മ, നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ ജാത്രയ്ക്ക് ആര്യപ്പള്ളം, കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം അല്ലെങ്കിൽ കരിവള്ളൂർ സമരം K ദേവയാനി, തോൽവിറക സമരം M കാർത്തിയമ്മ. ഇതിനാണ് നമ്മൾ ചീമേനി എസ്റ്റേറ്റ് സമരം എന്ന് പറയുന്നത്, നമ്മൾ വേറെ പഠിക്കും. ഓക്കെ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാ? ഗ്രേസി ആരോൺ. ഓക്കെ, ചോദിക്കാമല്ലോ. നിങ്ങൾ ഉത്തരം പറഞ്ഞ് ഷൈൻ ചെയ്യുമല്ലോ. ഓക്കെ, പോസിറ്റോ. ആരാണ് ഉത്തരം പറഞ്ഞ് ഷൈൻ ചെയ്യാൻ പോണത്? പരിപാടി അറിയാമല്ലേ? പറയാത്ത രണ്ടുപേരും ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ആരാണ് പറയാൻ പോണത്? നിങ്ങൾ മൂന്നിൽ ആര് പറയും? ഇത് ഒരാൾ പറഞ്ഞു തീരുന്നവരെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ആര് പറയും? എന്റെ ചോദ്യം ഞാൻ പറയാം. സ്ത്രീകളുടെ നേതൃത്വം നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ചോദിക്കാൻ പോകുന്നത്. നീ പറയാം. രണ്ടുപേരും വെച്ചോ. അച്ഛാ, അങ്ങനെ ഇരുന്നോ. പറ, ഏതൊക്കെയാടാ? വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്ര പ്രചരണം, മദ്യഷോപ്പ് പിക്കറ്റിംഗ്, ഹരിജന ഉദ്ധാരണം, ഇനി മാറ്റിക്കോ. ഓക്കെ. ആനി മസ്കർ എന്തെന്ന് പറഞ്ഞിട്ടാ? ആനി മസ്കർ എന്തെന്ന് പറഞ്ഞു? സാമ്പത്തിക നീതിയും സമാധാനപരമായി എന്ന് എവിടെ വെച്ച് പറഞ്ഞു? വർക്കല. ഏത് യോഗത്തില്? സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തില്. കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്ന വർഷം 1931. എവിടാ? വടകര. ആ മഹിളാ സമ്മേളനം നേതൃത്വം കൊടുത്ത ആരൊക്കെ? മുസ്ലിനെ ആനി മസ്കിൻ, AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ. സുബിനെ, ഈ AV കുട്ടിമാളു അമ്മ എവിടെ നിന്നാണ് നേതൃത്വം കൊടുത്തത്? മലബാർ. തിരുവിതാംകൂർ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാ? കുട്ടി അക്കമാചരൻ, ആനി മസ്കൻ. ഇതിൽ അക്കമാചരൻ അറിയപ്പെടുന്ന പേരെന്താ? ആര്യ പറഞ്ഞേ. ഓക്കെ, അപ്പോഴ് ആനി മസ്കറിൻ എളുപ്പമായി. കൗമുദി ടീച്ചർ എന്താണ് ചോദ്യം എന്ന് പറ സുദർശന. ഹരിജൻ ഫണ്ട് സ്വരൂപണത്തിനായി ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ എന്ത് കൊടുത്തു? സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ വനിതയാണ് ആര്? കൗമുദി ടീച്ചർ. കേട്ടോ, ശരി. ഓക്കെ. അവിടെ കേരളത്തിൽ ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം നേതൃത്വം കൊടുത്താരാ? TC കൊച്ചുകുട്ടി അമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം നേതൃത്വം കൊടുത്താരാ? ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് AV കുട്ടിമാളു അമ്മ. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര ആര്യപ്പള്ളം. കളർക്കോട് പാടങ്ങളിലെ കാർഷിക സമരം അല്ലെങ്കിൽ കരിവള്ളൂർ സമരം K ദേവയാനി. തോൽവിറക്ക സമരം ആരാ? സുബിനെ കാർത്തികേയനിയുടെ ഇൻഷ്യൽ പറ. M കാർത്തികേയനി അമ്മ. ഓക്കെ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയതാരാ? ഗ്രേസി ആരോൺ. ഓക്കെ, ശരി. നമ്മൾ ഒരു വ്യക്തിയെ കൂടെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആളുടെ പേരാണ് വക്കം അബ്ദുൽ ഖാദർ. ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ. ഈ വ്യക്തിയെ കുറിച്ച് എടുത്ത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദറിനേക്കാൾ നിങ്ങൾ പിറകെ പോകുന്ന ആളുണ്ട്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേട്ടോ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇത് വക്കം അബ്ദുൽ ഖാദർ. കേട്ടോ, മൗലവി നമുക്കറിയാം. മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇത് വക്കം അബ്ദുൽ ഖാദറാണ്. ഓക്കെ. ഇതാ വക്കം അബ്ദുൽ ഖാദറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ
ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് എന്തിലാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മൗലവി അല്ല, സോറി, വക്കം അബ്ദുൽ ഖാദർ. അതാണ് പിള്ളേരെ വക്കം അബ്ദുൽ ഖാദർ. എടാ, ഇദ്ദേഹം വെറും 26-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? തൂക്കിലേറ്റപ്പെട്ടു. എന്താണ്? തൂക്കിലേറ്റപ്പെട്ടു. 26-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു പിള്ളേര്? തൂക്കിലേറ്റപ്പെട്ടു. മനസ്സിലായ? ആയില്ല, 26 ആയില്ല. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരളത്തിന്റെ എന്തെന്ന് അറിയപ്പെടുന്നേ? ഭഗത് സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഭഗത് സിംഗ്. ഓക്കെ. കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വക്കം അബ്ദുൽ ഖാദറിനെയാണ്. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരെയാ? അത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനാണ് എന്തെന്നറിയപ്പെടുന്നത്? കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത് ആരെയാണ്ട? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓ, വീണ്ടും മൗലവി. വക്കം അബ്ദുൽ ഖാദറിനെയാണ്. കേട്ടോ, വക്കം അബ്ദുൽ ഖാദറിനെയാണ്. മൗലവി ഇല്ല. മൗലവി ഇല്ല. മൗലവി വരാതിരിക്കാണ് ഇത് പഠിപ്പിച്ചത്. ഞാൻ തന്നെ മൗലവി പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമ്മളത് ഈ മൗലവി എപ്പോഴും പഠിച്ചും കേട്ടിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വേണ്ടത് മൗലവിയാണ്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമുക്ക് ഇത് കയറി വേണ്ടത് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി വേറെ, വക്കം അബ്ദുൽ ഖാദർ വേറെ. രണ്ട് ആൾക്കാരാണ്. കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വക്കം അബ്ദുൽ ഖാദർ. കാരണം ചെറിയ പ്രായത്തിൽ 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് അങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേട്ടോ. ഓക്കെ. എങ്കിലേ ഈ രക്തസാക്ഷികളുടെ രാജകുമാരനാരാ? രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ്. എന്നാൽ ദേശസ്നേഹികളുടെ രാജകുമാരൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. ഇങ്ങോട്ട് നോക്കാം. ശരി, വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് നോക്കാം പിള്ളേരെ. 1917 മെയ് 25 ജനനം. 1917 മെയ് 25 ജനനം. 1917 മെയ് 25 ജനനം. ജന്മസ്ഥലം എവിടെ നിന്നറിയാവോ? ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ് എന്ത്? ജന്മസ്ഥലം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ് ജന്മസ്ഥലം. ഓക്കെ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. മനസ്സിലായ? സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളിൽ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ. ഓക്കെ. ഈ INA സ്ഥാപിച്ചതാരാ? രാഷ് ബിഹാരി ബോസാണ്. രാഷ് ബിഹാരി ബോസാണ്. രാഷ് ബിഹാരി ബോസാണ് എന്ത് ചെയ്തത്? INA സ്ഥാപിച്ചത്. INA സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ല. INA സ്ഥാപിച്ചത് ആരാണ്? രാഷ് ബിഹാരി ബോസാണ്. രാഷ് ബിഹാരി ബോസാണ് കേട്ടോ. ഓക്കെ. ശരി. വക്കം അബ്ദുൽ ഖാദർ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ടല്ലോ. കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്ന് മൊത്തം ഫൗളാണ്. കണ്ടെത്താൻ ഗാന്ധിജി പോയിട്ടില്ലല്ലോ എങ്ങും. ഓക്കെ. കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പം വക്കം അബ്ദുൽ ഖാദർ മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെ നിന്നറിയാവോ? ന്യൂഡൽഹിയല്ല. ഇങ്ങ് വന്നു. ഇവിടെ വെച്ചാൽ കോഴിക്കോടല്ല. കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ. എവിടെയാണ് പിള്ളേരെ? കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ. എവിടെ വെച്ചാണ് കണ്ടെത്തിയത്? കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഫലമായി ഗാന്ധിജി വന്നായിരുന്നല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഫലത്തിൽ ഗാന്ധി വന്നിട്ടുണ്ട്. ഓക്കെ. ഏത് വർഷം വന്നത്? 37 ക്ഷേത്രപ്രവേശന വിളംബരമായിട്ട് ആര് വരുന്നത്? ഗാന്ധിജി വരുന്നത്. ഓക്കെ. കടയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കണ? കടയ്ക്കാവൂർ. ഓക്കെ. കടയ്ക്കാവൂർ ഉണ്ട്. ആറ്റിങ്ങൽ അപ്പുറടാ. ആറ്റിങ്ങൽ കടയ്ക്കാവൂർ. ഓക്കെ. അപ്പൊ ഈ ഗാന്ധിജിയെ എവിടെ കണ്ടുപിടിച്ചല്ലേ? കണ്ടുമുട്ടി. എവിടെ വെച്ച് കണ്ടുമുട്ടി? കടയ്ക്കാവൂർ. ഞാൻ വരാം. എന്റെ റിലേ പോയിരിക്കുകയാണ്. കടയ്ക്കാവൂർ. ഗാന്ധി എന്തിനു വന്നപ്പോഴാ? ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വന്നപ്പോഴാണ് കേട്ടോ. വിളംബരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി വന്നപ്പോഴ്. ഓക്കെ. അപ്പോഴേ വന്ന് പറയാം. 1917 മെയ് 25. ജന്മസ്ഥലം ചിറയൻകീഴ്, തിരുവനന്തപുരം. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായിട്ട് എന്ത് ചെയ്തു? INA-യിൽ ചേർന്നു. പക്ഷെ INA-യുടെ സ്ഥാപകൻ ആരല്ല? സുഭാഷ് ചന്ദ്രബോസ് അല്ല. അതാരാണ്? രാഷ് ബിഹാരി ബോസ്. ഓക്കെ. രാഷ് ബിഹാരി ബോസുമുണ്ട്, രാഷ് ബിഹാരി ഘോഷമുണ്ട്. രാഷ് ബിഹാരി ഘോഷിന്റെ ചോദ്യം പറഞ്ഞേ. സൂറത്ത് പിളർപ്പിന്റെ സമയത്ത് INC പ്രസിഡന്റ് രാഷ് ബിഹാരി ഘോഷാണ്. തുടർച്ചയായി 2 തവണ ആദ്യത്തെ വ്യക്തിമാരാണ്? രാഷ് ബിഹാരി ഘോഷാണ്. തുടർച്ചയായി 2 തവണ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിമാരാണ്? രാഷ് ബിഹാരി ഘോഷാണ്. സൂറത്ത് പിളർപ്പ് സമയത്ത് INC പ്രസിഡന്റ് രാഷ് ബിഹാരി ഘോഷ്. INA സ്ഥാപിച്ചത് രാഷ് ബിഹാരി ബോസ്. ഓക്കെ. അപ്പൊ ഗാന്ധിജി എവിടെ വെച്ചുണ്ട്? കടയ്ക്കാവൂർ. എന്തിനപ്പോഴ്? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴ്. ഓക്കെ. ശരി. അടുത്ത. വക്കം അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കാരണമായ സംഘടന?
സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഏതാണ്? സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കാരണമായ സംഘടന ഏതാണ്? സ്റ്റേറ്റ് കോൺഗ്രസ്. പറയടാ, ഏതാ? സ്റ്റേറ്റ് കോൺഗ്രസ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു, പിന്നീട് വധശിക്ഷ നൽകി. എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? വധശിക്ഷ നൽകി കേട്ടോ. അപ്പൊ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? മലപ്പുറം ജില്ലയിലെ താനൂർ വെച്ചിട്ട്, താനൂർ കടപ്പുറത്ത് വെച്ചിട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ഓക്കെ. അങ്ങനെ 1943 സെപ്റ്റംബർ 10 സെപ്റ്റംബർ 10 26ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. 26ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റിയ ജയിലാണ് മദ്രാസ് സെൻട്രൽ ജയിൽ. ഏതാണ്? മദ്രാസ് സെൻട്രൽ ജയിൽ. മനസ്സിലായി? അപ്പൊ അതാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, അത്ര സെറ്റല്ലേ? അപ്പൊ പറ, 1917 മെയ് 25 ചിറയൻകീഴ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ജനനം. ഓക്കെ. ആരുടെ സമരങ്ങൾ ആകർഷണമായിട്ട്? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങൾ ആകർഷണമായി INA ചേർന്ന ധീരനായ യുവാവാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ. ഇദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? പറവളരെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓക്കെ. വക്കം അബ്ദുൽ ഖാദർ ആരെ കണ്ടുമുട്ടി? ഗാന്ധിജി എവിടെ കണ്ടുമുട്ടി? കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ. എന്തിനു വന്നപ്പോഴേ? ക്ഷേത്രപ്രവേശന വിളംബര ഫലമായി വന്നപ്പോഴേ കേട്ടാ. വക്കം അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കാരണമായ സംഘടന സ്റ്റേറ്റ് കോൺഗ്രസ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് വെച്ച് ബ്രിട്ടീഷുകാർ എന്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു, വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ. 43 സെപ്റ്റംബർ 10 എവിടെ വെച്ചിട്ട്? മദ്രാസിലെ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, അപ്പോൾ ഓർത്തിരിക്കുക, വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, ശരി, മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത് നമുക്ക് റിവിഷൻ ആണ്. റിവിഷൻ. ഓക്കെ, എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്തോ. സുബിനെ പോസിറ്റോ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, എന്താണ് പ്രതിരോധശേഷി? കാക്കറുക്കർ എഴുതിയ മാർക്ക് എഴുതില്ല, വൃത്തിയായിട്ട് ആൻസർ എഴുതിയാലേ മാർക്ക് എഴുതുള്ളൂ. എന്താണ് പ്രതിരോധശേഷി? ഇത് കാണുമല്ലോ. അടുത്ത് രണ്ടാമത്തെ ചോദ്യം, രോഗാണുക്കളെ തടയാൻ സഹായിക്കുന്ന എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ശരിയല്ല? മൂന്നാം ചോദ്യം, ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാതെ ഉള്ളതുമായി ആക്കി മാറ്റുന്ന പദാർത്ഥം ഏതാണ്? ത്വക്കിനെ എണ്ണമയമുള്ളതാക്കി മാറ്റുന്നതും അതുപോലെ വെള്ളം പറ്റിപ്പിടിക്കാതെ ആക്കി മാറ്റുന്നതുമായ പദാർത്ഥം ഏതാണ്? എത്ര പ്രശ്നമായി? 3 അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ, രോഗാണുക്കളെ നശിപ്പിക്കുന്ന രോഗാണുക്കളെ ശ്ലേഷ്മ സ്ഥലത്തിന് പുറത്തേക്ക് കളയുന്ന കോശങ്ങളുടെ പേരെന്താണ്? നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറത്തേക്ക് കളയുന്ന ശ്ലേഷ്മ സ്ഥലത്തിലെ കോശത്തിൻ്റെ പേരെന്താണ്? കോശങ്ങളുടെ പേരെന്താണ്? ഓക്കെ. അടുത്ത 5ാമത്തെ ചോദ്യം, ദഹന പ്രക്രിയയിൽ pH ക്രമീകരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഏത് പദാർത്ഥമാണ്? ദഹന പ്രക്രിയയിൽ pH ക്രമീകരിക്കുന്നത് ഏത് പദാർത്ഥമാണ്? അടുത്ത ചോദ്യം, എത്രാം ചോദ്യം? 6ാം ചോദ്യം, രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ്? എഴുതിയല്ലോ. 7ാമത്തെ ചോദ്യം, ഫാഗോസൈറ്റുകളായ WBCകൾ ഏതൊക്കെ? 8ാം ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെ? ലിഥിയം നിക്ഷേപം. 8 ദിവസമായില്ലേ? 9ാം ചോദ്യം,
എ ബെഡ് ഓഫ് റോസസ് അതിൻ്റെ മലയാള പരിഭാഷ എഴുതുക. എ ബെഡ് ഓഫ് റോസസ് മലയാള പരിഭാഷ എഴുതുക. പത്താമത്തെ ചോദ്യം, എ ഹോട്ട് പൊട്ടറ്റോ മലയാള പരിഭാഷ എഴുതുക. എ ഹോട്ട് പൊട്ടറ്റോ മലയാള പരിഭാഷ എഴുതുക. ഹോട്ട് പൊട്ടറ്റോ മലയാള പരിഭാഷ എഴുതുക. 10 ദിവസമായല്ലോ, എടുത്തലോട്ടെ. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നടാ? എന്താണ് രോഗപ്രതിരോധ ശേഷി എന്നില്ലേ? പ്രതിരോധ ശേഷി എന്നില്ലേ? എന്താണ്? രോഗാണുക്കൾ പ്രവേശിക്കാതെ തടയുന്നതും പ്രവേശിച്ചാൽ നശിപ്പിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണെന്ത്? രോഗപ്രതിരോധ ശേഷി. ഓക്കെ, രോഗാണുക്കൾ തടയുന്നതിന് വേണ്ടി ശരീരത്തിൽ എന്തുവാ ഇരിക്കുന്നത്? അത് തന്നെ കറക്റ്റ് തന്നെയായിരുന്നു. അടുത്ത് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന രോഗങ്ങൾ തടയുന്ന പ്രോട്ടീൻ ഏതാണ് പിള്ളേരെ? കെരാറ്റിൻ. ഓക്കെ, അടുത്ത് നമ്മുടെ ത്വക്കിനെ ഈ എണ്ണമയമുള്ളതും അതുപോലെ തന്നെ വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്ന ആരാണ്? സെബം അല്ലെങ്കിൽ സീബം. ഓക്കെ, അതുപോലെ നശിപ്പിച്ച രോഗാണുക്കളെ പുറത്തേക്ക് തള്ളുന്ന ശ്ലേഷ്മ സ്ഥലത്തിലെ കോശം ഏതാണ്? സീലിയ. ഓക്കെ, ദഹന പ്രക്രിയയിൽ pH ക്രമീകരിക്കുന്ന ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ച് നശിപ്പിക്കുന്ന WBC ഏതാ? ലിംബോസൈറ്റ്. ഓക്കെ, ഫാഗോസൈറ്റ്സ് ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലും. ഓക്കെ, അടുത്ത് ഇന്ത്യയിൽ എവിടെയാണ് ലിഥിയ നിക്ഷേപം കണ്ടെത്തിയത്? ജമ്മു കാശ്മീരിലെ റിയാസി. ഓക്കെ, അടുത്ത് എന്താണ് ബെഡ് ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ? അത്യന്തം സന്തുഷ്ടമായ. ഓക്കെ, അടുത്ത് എന്താണ് ഹോട്ട് പൊട്ടറ്റോ? സങ്കീർണമായ പ്രശ്നം. ഓക്കെ, ക്ലിയർ ആണല്ലോ. 9 മാർക്ക്. സങ്കീർണമായ പ്രശ്നം ഉണ്ടായിരുന്നു മോനെ. ഓക്കെ, ശരി. അവിടെ അതിൽ 9 മാർക്ക്. എവിടാ? അതെ, കൺഗ്രാറ്റ്സ് മോനെ. ഓക്കെ, അവിടെ 8 ഇരിപ്പടാ. അവിടെ എത്ര? 8. സെമിന് 8. അവിടെ സെമി 10. മിടുക്കൻ. എവിടാ? 9. ഓക്കെ, അവിടെ 9 10. 10. അതിന് ഉറപ്പിക്കല്ലോ. സുദർശന പരീക്ഷ എഴുതിയാൽ ഫുൾ മാർക്ക് എന്നുള്ളൊരു ഒന്ന് ബൂസ്റ്റ് ചെയ്തതാണ് സുദർശനെ. ഓക്കെ, ബൂസ്റ്റ് ചെയ്യണ്ട. എൻ്റെ നാക്ക് പ്രശ്നമാണ് സുദർശനക്ക് പേടി. തീർന്നടാ എന്താണ് സംഭവം? ഓക്കെ, ശരി പിള്ളേരെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ.